എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി വെക്കണം. ദേ വരുന്നുണ്ട്. ചേച്ചി പോകല്ലേ, ഞാനും വരുന്നു. അവളെങ്ങോട്ട്? ഇവരുടെ കൂടെ പോകാനായിരിക്കും. വിടരുത് അവളെ. നീ എങ്ങോട്ടാടി? അത് ചോദിക്കാൻ ഇയാളാരാ? അത് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേടി? ഇത് നിന്റെ ഏട്ടൻ. ഇയാളെ എന്റെ ഏട്ടനായിട്ട് കാണാനും റെസ്പെക്ട് ചെയ്യാനും എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്റെ മകനാണെന്ന് ഞാൻ പറഞ്ഞ അത് നിന്റെ ഏട്ടൻ തന്നെയാ, മനസ്സിലായോ? അമ്മയുടെ മോനാണെങ്കിൽ അമ്മ എടുത്ത് മടിയിൽ വെച്ചോ, അത് അമ്മയുടെ ഇഷ്ടം. അമ്മയെ പെങ്ങന്മാരെയും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത, കൊലപാതകവും ബലാത്സംഗവും പിടിച്ചുപറിയും മോഷണമായിട്ട് നടക്കുന്ന ഒരു തെമ്മാടി ഏട്ടനായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. അതെന്റെ ഇഷ്ടം. നിർത്തടി, ചെറിയ വായില് വലിയ വർത്താനം. ഈ വീടിന് വെളിയിൽ ഇറങ്ങിപ്പോരുന്നു നീ. ഞാൻ പോകും. എനിക്ക് അമ്മു ചേച്ചിയുടെ കൂടെ പോണം. നീ പോകുന്ന എനിക്കൊന്ന് കാണോടി. ഹരിക്കുട്ടാ, ഇവളൊരു അടി മുന്നോട്ട് വെച്ചാ ചെകിരടച്ച് നീ ഒന്ന് കൊടുത്തോ. ആ കേസ് ഞാൻ പറഞ്ഞോളാം. പെൺപിള്ളേർക്ക് അത്രയ്ക്ക് അഹങ്കാരം കൊള്ളില്ലല്ലോ. കേറി പോടി നിന്റെ മുറിയില്. മോള് പൊയ്ക്കോ. എനിക്കിപ്പോ ഒരു വീടില്ല മോളെ. ഇന്ന് രാത്രി എവിടെ അന്തിയുറങ്ങുമെന്ന് പോലും അറിയില്ല. ഞാനൊരു വീടെടുത്ത് താമസം ഉറപ്പിച്ചിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം, കേട്ടോ? ഇയാളെ പേടിച്ചിട്ടൊന്നുമല്ല, എന്റെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നേ. ഹരിക്കുട്ടാ, വാടാ മോനെ. ഹലോ, ഞാനാ കിഷോർ. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? ആ അതെ. ഞാൻ കാറുമായിട്ട് വരാം. നിങ്ങൾ പതിയെ ഇറങ്ങി നടന്നോ. ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. കിഷോറേട്ടാ, വീടിന്റെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ആകെ ഒരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പോരെ. ശരി, വെക്കട്ടെ. വീട് കിട്ടുമോ മോളെ? കിഷോറേട്ടൻ ഏറ്റെന്ന് പറയുന്നു. പോവാം നമുക്ക്. അവൻ എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കും. വാ മോളെ. മാഡം അമല നരേന്ദ്രൻ തമ്പി, അവിടെ ഒന്ന് നിന്നേ. രണ്ടു മൂന്ന് മാസം മുമ്പ് ഇതുപോലൊരു ഇറങ്ങിപ്പോക്കും ഇറക്കിവിടലിവിടെ ഉണ്ടായി. ഓർമ്മയുണ്ടോ നിനക്ക്? അന്ന് നിന്റെ ഈ സ്ഥാനത്ത് സുധർമ്മയായിരുന്നു. ഇപ്പോഴോ? എടീ, ഞാനുണ്ടല്ലോ ഈ സുധർമ്മ. പാലപ്പടിക്കൽ വിജയകൃഷ്ണന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വലതുകാലം വെച്ച് നിലവിളക്കം പിടിച്ച് കേറി വന്നവളാ. നിന്നെ പോലെ തെണ്ടിക്കേറി വന്നവളല്ല. തെണ്ടിക്കേറി വന്നവൾക്ക് എന്തെങ്കിലും തിരിച്ചിറങ്ങി പോകേണ്ടി വരും. എന്തുകൊണ്ടാ? എത്രയൊക്കെ പൊങ്ങിയാലും അവള് വെറും തെണ്ടിയാ. അതുകൊണ്ട് ഇതുപോലൊരു ദിവസം ചെറിയമ്മ 4 മക്കളെയും 2 മരുമക്കളെയും കൂട്ടി എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് കയറിയത് ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ ആരായിരുന്നു? ആ പേര് തന്നെയാ ഇപ്പൊ എന്നെ വിളിച്ചത്. എടി സുധർമ്മ ഒന്നും കാണാതെയല്ല അന്ന് അവിടെ വന്നത്. കളിക്കേണ്ട കളിയൊക്കെ കളിക്കാൻ ഉറച്ചു തന്നെയാ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ആരുടെ തലയ്ക്കകത്താ ബുദ്ധിയുള്ളതെന്ന്.
ഇതിന്റെ പേരാണോ ബുദ്ധി? ചതിച്ചും വഞ്ചിച്ചും കൊന്നും കൈക്കൂലി കൊടുത്തും അധികാരം പ്രയോഗിച്ചും സ്വത്ത് കൈവശപ്പെടുത്തുന്നതിന്റെ ശരിക്കുള്ള പേര് ബുദ്ധിയെന്നല്ല. അതിന്റെ പുറകിൽ ചില വിശേഷണങ്ങൾ കൂടി ചേർക്കേണ്ടി വരും. പൈശാചിക ബുദ്ധി, കുടില ബുദ്ധി, വക്രബുദ്ധി, ഇതെല്ലാം കൂടി അരച്ചു കലക്കി കുഴച്ചുരുട്ടി ഈ തലയ്ക്കകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പേര് തലച്ചോറെന്നൊന്നുമല്ല, പട്ടിക്കാഷ്ടം. നീ എങ്ങോട്ടടി ഓടുന്നേ? ഇപ്പൊ വീടും കൂടുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ നിനക്ക്? ഞാനിപ്പോ എന്റെ സ്വന്തം വീട്ടിലാ നിൽക്കുന്നേ. നരേന്ദ്ര തമ്പിയുടെ ഭാര്യയായിട്ട് ഞെളിഞ്ഞി നടന്ന നിനക്കിപ്പോ സ്വന്തം വീട് പോയിട്ടൊരു വാടക വീടെങ്കിലും ഉണ്ടോടി? സുധർമ്മയോട് കളിച്ചാൽ ഇതാണ് അനുഭവം. നീ നിന്റെ തലയോട്ടിയിലോട്ട് കുറിച്ചു വെച്ചോടി. കളി തീർന്നിട്ടില്ലല്ലോ. ഇതൊരു ചെറിയ ഇടവേളയല്ലേ. കളി തീരുമ്പോ നമുക്ക് കാണാം സുധർമ്മ എവിടെ നിൽക്കുമെന്നും അമല എവിടെ നിൽക്കുമെന്നും. കാണാനും കാണിക്കാനും ഇനി ഒന്നുമില്ലടി നിന്റെ കയ്യില്. ഇനി ഈ പാലപ്പടിക്കൽ വീട്ടിൽ നീ കാലെടുത്ത് കുത്തണമെങ്കില് ഈ സുധർമ്മ മരിക്കണം. അത് കാണാനുള്ള ശക്തി ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ തന്നെ ചെയ്യേണ്ടി വരും. ആ പൊട്ടിപ്പെണ്ണിന്റെ കഷ്ടകാലം. ഇതിനോട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. വേഷം കെട്ടി നടന്നോളും മിണ്ടാ പൂച്ച മൂദേവിയുടെ പുറകെ. എന്താടി നോക്കി പേടിപ്പിക്കുന്നോ? അയ്യോടി. ദേ, അമ്മയോട് ഇവിടുന്ന് ഇറങ്ങി പോരാൻ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഇറക്കി വിട്ടുന്ന നാട് നീളെ അപവാദം പറഞ്ഞോണ്ട് നടക്കരുത്. എടി, ഒരാളെ ഒരു തവണയെ ഇറക്കി വിടാൻ പറ്റൂ, ഒരു തവണയെ കൊല്ലാൻ പറ്റൂ. അതൊക്കെ നീ പണ്ടേ ചെയ്തു കഴിഞ്ഞതാ. ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നതേ എന്റെ സ്വന്തം ഇഷ്ടം അനുസരിച്ചാ. നിന്റെ കൂടെ കുറെ കാലം ഒന്നിച്ച് ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതേ വല്ല പീഡികത്തിണ്ണയിൽ കിടക്കുന്നതാ. എന്നാ ചെല്ല് പീഡികത്തിണ്ണയിലോട്ട്. വാ മോളെ. ഒന്ന് നിന്നാട്ടെ. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നീ എവിടെ പോയാലും നിന്റെ പുറകിലുണ്ട് ഞാൻ. നിന്റെ വായിലെന്താ? നാക്കിലടി. ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടപ്പോ നിന്റെ കഴുത്തിനോട്ട് നാക്കുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഓ, ഗുണ്ടാ തലവന്മാർ ഇടതും വലതും നിൽക്കണം നിനക്ക് ശൗര്യം ഉണ്ടാവണമെങ്കിൽ, അല്ലടേ? ഇനി നിന്റെ ജീവിതത്തിൽ ഇടതും വലതും നിൽക്കാൻ ഒരു പട്ടി ഉണ്ടാവില്ലടേ. ഇവിടുന്ന് പോയാലും വല്ലപ്പോഴും ഇതിലൊക്കെ വരണേ. നിന്റെ അച്ഛന്റെ സ്ഥാപനജംഗവും മുഴുവൻ ഇവിടെയല്ലേ, അസ്ഥിത്തറ ഉൾപ്പെടെ. എവിടെ പോയാലും ഒരു ദിവസം ഞാൻ ഇവിടെ വരും, തീർച്ച. നിന്റെ നെഞ്ചത്തൊരു റീത്ത് വെക്കാൻ. പാലപ്പടിക്കൽ വിജയകൃഷ്ണന്റെ മകൾ അമല വകയെന്ന് അതിലെഴുതിയിരിക്കും. വാ മോളെ. തിണ്ടിത്തരം കാണിക്കുന്നോടോ നായേ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. പോയിക്കാ എന്റെ മുന്നിൽ നിന്ന്. തല്ലടാ നീ. ചോടയുണ്ടെങ്കിൽ തല്ലടാ. ഹരിക്കുട്ടാ വേണ്ട. മുത്തശ്ശി വാ.
അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു. കിഷോറേട്ടനെത്തി. കാത്തുനിന്ന് മുഷിഞ്ഞുല്ലേ? ഇല്ല കിഷോറേട്ട. എന്നാ ഇനി ഇവിടെ നിന്ന് കാല് കഴിക്കണ്ട, കാറിലോട്ട് കയറിയോ. മോൾ അങ്ങോട്ട് കയറിയിരുന്നു. ചെല്ലുമോളെ. ലഗേജ് ഒക്കെ ഇങ്ങ് തന്നേക്ക്, ഞാൻ ഡിക്കിലേക്ക് വെക്കാം. കിഷോറേട്ടൻ എടുക്കണ്ട, ഡിക്കി തുറന്നു തന്നാ മതി. ഞാൻ എന്താ അന്യനോ മറ്റോ ആണോ? കേറ് കേറ്. ചെല്ലുമോളെ. ചെല്ല്. വരും മുത്തശ്ശി. പാലപ്പടിക്കലോട്ട് തിരിച്ചു പോണ്ടല്ലോ. വേണ്ട കിഷോറേട്ട. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ തിരിച്ചു നിന്ന് എടുക്കാന്നാ. വേണ്ട, എനിക്കിനി ആ വീട് കാണണ്ട. ധൃതി പിടിച്ചിറങ്ങിപ്പോന്നോണ്ട് എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തോണ്ട് വരാം. ഇല്ല കിഷോറേട്ട. ശരി, എന്നാ പോയേക്കാം. അവരെത്തിട്ടോ. ഹായ്, വെൽക്കം. സംസാരിക്കാൻ വയ്യാത്ത കുട്ടിയാ. സാരമില്ല കേട്ടോ, ഞാൻ എല്ലാരും സംസാരിക്കുന്നതിന്റെ ഇരട്ടിയാ. അത് ഇത്തിരി കുഴപ്പാണേ. എന്റെ സരസ്വതിയെ, ഇതും ജാതകത്തിലുള്ളതാ. അവസാന കാലത്ത് നിന്റെ വീട്ടിൽ വന്ന് അഭയാർത്ഥികളെ പോലെ കിടക്കണമെന്ന്. എന്താ ഈ പറയുന്നേ? അന്യ വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ അഭയാർത്ഥി? ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ. കുട്ടിക്കാലത്ത് നമ്മള് ഒരേ തറവാട്ടില് ഒന്നിച്ചു കഴിഞ്ഞു. ഈ വാർദ്ധക്യം എന്ന് പറയുന്നതും ഒരു തരത്തിൽ കുട്ടിക്കാലം തന്നെയാ. അവിടെയും നമ്മൾ ഒന്നിച്ചു ജീവിക്കാൻ അവസരം കിട്ടിയെന്ന് വെച്ചാ മുജ്ജന്മ സുഹൃതമല്ലേ. കേറി വാ. ഞാൻ ധന്യ, കിച്ചുവേട്ടന്റെ അനിയത്തിയാ. എന്റെ പേര് അമ്മു. പറയണ്ട, എനിക്കറിയാം. ഇവിടെ നിക്കണ്ട, അകത്തോട്ട് കയറിയിരുന്ന് സംസാരിക്കാലോ. വാ. ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ജോലിക്ക് പോയില്ല മോളെ? ഇല്ല, ഇന്ന് ബാങ്കുകൾക്ക് ഒഴിവ് ദിവസാ. ആ, അങ്ങനെയൊന്നുണ്ടല്ലോ. എനിക്കതൊന്നും അത്ര നിശ്ചയം പോരാ. പ്രായമായില്ലേ, ഓർമ്മയൊക്കെ കഷ്ടിയാ. കേറി വാ.
വേണ്ട, ഞാൻ എടുത്തോളാം, വിട്ടേക്ക്. ഹേമേ, ഇതമ്മു. ഹലോ ചേച്ചി. നരേന്ദ്രൻ തമ്പിയുടെ വൈഫാ. ആ തൊട്ടിയല്ലേ. വാ. ഇത് ശീതൾ, നരേന്ദ്രൻ തമ്പിയുടെ മോള്. ആ, സംസാരിക്കാൻ വയ്യാത്ത കുട്ടിയാ. വാ. ഇയാളെന്താ ഇഞ്ചി കടിച്ച മാതിരി? ഇഞ്ചി കൊണ്ടൊന്ന് വായിലോട്ട് വെച്ചാൽ കടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ലതാ, വയറുവേദന ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. കിഷോർ ഇതെന്ത് ഉദ്ദേശിച്ചാ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ വേണമെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചോ? ഇതെന്താ റിലീഫ് ക്യാമ്പാ? ഉണ്ടല്ലോ 3-4 അഭയാർത്ഥികള്. അഭയാർത്ഥികളല്ല, അതിഥികൾ. അതിഥി ദേവോ ഭവ എന്ന് പ്രമാണം. മനസ്സിലായോ? വാ. ചേച്ചി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ? ഓ, നിങ്ങളെ കണ്ട സന്തോഷം അല്ലാണ്ടെന്താ? ഏയ്, അതൊന്നുമല്ല. ആകെ മൊത്തം ഒരു മാറ്റം കാണുന്നുണ്ട്. ചന്ദ്രേട്ടന്റെ വീട്ടിൽ വെച്ച് ചേച്ചി വല്ലാതെ ഇറിറ്റേറ്റഡ് എന്നൊക്കെ അങ്ങ് പറയാറില്ലേ? ഏതാണ്ട് അതുപോലെയായിരുന്നു. വല്ലവരുടെയും വീട്ടിൽ ചെന്ന് താമസിച്ചാ നമുക്കത്ര സന്തോഷം ഉണ്ടാവോ മുരളി? വല്ലവരുടെയും വീടോ? നിനക്കും കൂടെ അവകാശപ്പെട്ട വീടാണെന്നായിരുന്നല്ലോ അവിടെ വെച്ച് നീ തർക്കിച്ചോണ്ടിരുന്നത്. അത് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആരായാലും അങ്ങനെയല്ലേ പറയൂ. സ്മിത ചേച്ചിയുടെ കൂടെ നിൽക്കുമ്പോഴേ നമ്മുടെ കയ്യിലും കുറച്ച് അഭ്യാസമൊക്കെ വേണം. അത് ശരിയാളിയ. അത് പിന്നെ സുതേച്ചയൊക്കെ വെച്ച് വെക്കാൻ വേറെ ആളില്ല. എവിടെ ചെന്നാലും കയർത്തങ്ങ് നിന്നോളും. കേട്ടിട്ടില്ലേ, ഓരിന് വാടാ ദാരിക വീരാന്ന്. നമുക്കങ്ങനെ താഴ്ന്നു കൊടുക്കാൻ പറ്റുമോ മുരളി? അതൊക്കെ പോട്ടെ, എന്തായാലും ഇപ്പൊ സന്തോഷമായല്ലോ. ആയോന്നോ? അവനവന്റെ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള സുഖവും സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ ഒന്ന് വേറെ തന്നെയാ മുരളി. കൊറേ നാളായില്ലേ പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ. ഹോ, ഇപ്പോഴത്തെ ഒരു മനസ്സമാധാനം. അല്ല, ചേച്ചിക്ക് ഇത്രയും വലിയ സമാധാനം ഉണ്ടാക്കി തന്നതാരാ? അതിന് മുരളി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റുപോയേനെ. കാറ് വരുന്നത് ഞാൻ കണ്ടു. എന്താ ജഗജില്ലന്മാർ രണ്ടുപേരും അവിടെ തന്നെ നിന്ന് സംസാരിക്കുന്നേ? ഉടനെ വല്ലയിടത്തും പോവാനുണ്ടോ? ഏയ് ഇല്ലടാ, നിന്റെ അമ്മ ഞങ്ങളെ അകത്തേക്ക് വിളിക്കണ്ടേ? അയ്യോടാ, കേറി വാ. ചുമ്മാ പറഞ്ഞ സുതേച്ചി. വാ മുരളി, ഇരിക്കേ. എടി നീരജെ, വീട്ടിലേക്ക് 2 ഗസ്റ്റ് കയറി വരുമ്പോ നീ എന്താ ഒരു മൈൻഡ് ഇല്ലാതെ? ഓ, അങ്കിളുടെ വീട്ടിൽ വന്ന് താമസിച്ചോണ്ടിരുന്നപ്പോ എല്ലാവരുടെയും മൈൻഡ് ഞങ്ങൾ കണ്ടതാ. ഇവളെന്താ മനുഷ്യരെ കണ്ടില്ലാത്ത പോലെ? മനുഷ്യരെ കണ്ടിട്ട് തന്നെയാ, ശരിക്കും കണ്ടു. സ്വന്തം പാത്രത്തിലെ ഭക്ഷണത്തിൽ ആരെങ്കിലും കൈയിടുന്നു തോന്നിയാ എല്ലാവർക്കും പട്ടിയുടെ സ്വഭാവം തന്നെയാ. അന്നേരം സ്വന്തവും ബന്ധവും ഒക്കെ കണക്കാ.